സംഗീത എന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. ഉം. ആ സംഗീത ഈ ഞാനപ്പഴത്തിൻ്റെ ആളായിരുന്നു. എവിടെ പോയാലും ഇത് പാടിയാണ് നാട്ടുകാരെ കയ്യിലെടുക്കുന്നത്. ജയലളിത അമ്മയുടെ കയ്യിൽ നിന്ന് 10 പവൻ്റെ ഒരു മാല മേടിച്ചിട്ടുണ്ട് ഇത് പാടിയിട്ട്. അസാധ്യമായിട്ട് പാടും. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ വല്ലാത്ത ഭക്തിയാണ്. ഭക്തി വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ രോമാഞ്ചം വരും. അച്ഛനൊരു വല്ലാത്തൊരു സീരിയസ് ഘട്ടത്തിൽ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്ന്, എൻ്റെ ഫ്രണ്ടാണ്, വിളിച്ചുകൊണ്ട് നീ അതൊന്ന് പാടാം അച്ഛന് ഭക്തി എന്ന് പറഞ്ഞു. അച്ഛൻ അത് കേട്ടതിന് ശേഷം ഹെൽത്ത് വളരെ സൂപ്പറായി. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾ നമ്മളെ വിട്ടു പോയി. അത് ഞാനിങ്ങനെ ഒരു മിനിറ്റ് സംഗീതയെക്കുറിച്ച് ആലോചിച്ച് പോയി. അത് മരിക്കുന്നതിനൊരു എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ശരത്തേട്ടാ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെന്താ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മുടെ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വന്ന്. അപ്പോൾ എൻ്റെ മാനേജറുടെ ബ്രദർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ വരുന്നോടാ? ഇല്ല ശരത്തേട്ടാ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് സംഗീത ശരവണഭവൻ പോയാൽ മതിയോ? ശരവണഭവൻ വേണ്ട, നമുക്ക് കുറച്ച് ദൂരെ പോകാം ശരത്തേട്ടാ എന്ന് പറഞ്ഞു. ഞങ്ങൾ വുഡ്ലാൻഡ്സ് വരെ ഡ്രൈവ് ചെയ്ത് ഒരു കോഫി കുടിച്ചിട്ട് വരുമ്പോൾ ഈ പാട്ടൊക്കെ പ്ലേ ചെയ്ത് പാട്ട് ഭയങ്കരമായിട്ട് രസിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാപ്പി വരുമ്പോൾ എന്നെ പാടാൻ വിളിക്കത്തില്ലല്ലോ, അടുത്ത കാപ്പി കുടിക്കാൻ തോന്നുമ്പോൾ വിളിക്കാൻ ശരത്തേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഇവിടെ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഡയാലിസിസ് ചെയ്യുകയാണ്, ഞാൻ റോങ് ആയിട്ട് ഈ യൂട്യൂബിലൊക്കെ എന്തോ കണ്ട് ഞാൻ ചെയ്ത് എൻ്റെ ഹെൽത്ത് മുഴുവൻ പോയി, ഇവിടെ ഒന്ന് റേറ്റിൻ്റെ കാര്യം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എൻ്റെ സംഗീത അതിനെപ്പറ്റി വിട്ടേക്ക്, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ, താൻ സുഖമായിട്ടിരിക്കും ഇതെന്ന് പറഞ്ഞ് 2 ദിവസത്തിൽ അവർ പോയി. അത് വല്ലാത്ത വിഷമമായി. ഞാൻ പെട്ടെന്ന് ഈ ഒരു പാട്ട് കേട്ടപ്പം എനിക്ക് ഇതിൻ്റെ സംഗീത മനസ്സിൽ വന്നു.